ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മെ പലയിടത്തേക്കും ഓടിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. എന്തെങ്കിലും ഒരാഗ്രഹം തലപൊക്കിയാൽ ആ ആഗ്രഹ സാധ്യതയ്ക്ക് വേണ്ടി നാം എവിടെ പോയാലാണോ അത് കിട്ടുക അവിടേക്ക് നമ്മെ ഓടിക്കും. എന്നാൽ ഒരാഗ്രഹവും ഇല്ലെങ്കിലോ എവിടെയും ഓടേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ ഓടാതെ ശീലിച്ച മനസ്സ് സ്വന്തം സ്വരൂപത്തിലേക്ക് തിരിച്ചു പോയാൽ പരമമായ സുഖം അപ്പോഴാണ് കിട്ടുന്നത് എന്ന് ഈ ഓടുന്നവർക്ക് അറിയുകയില്ല. ഓടിയാൽ കിട്ടുന്ന സുഖത്തെക്കുറിച്ച് മാത്രമേ അവർക്കറിയുകയുള്ളൂ. അവർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഓടാതെ തൻ്റെ സ്വരൂപത്തിലേക്ക് തിരിച്ചു പോകുന്ന മനസ്സിനെ താൻ ആരാണെന്നും യഥാർത്ഥ സുഖം എന്താണ് എന്നും അനുഭവവേദ്യമായിരിക്കും. ഓടിക്കും രാഗാതി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകൂപത്തിൽ, കൂടാതെ രാഗാതിയോടു മനമേ, കൂടിക്കൊള്ളുക ആനന്ദത്തോട് നീ മനമേ. നമ്മുടെ മനസ്സിനോട് നാം കൊടുക്കേണ്ട സദ് ഉപദേശമാണിത്. നമ്മൾ നമ്മോട് തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ നാം ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഓടിക്കും രാഗാതി നിന്നെ മനമേ. മനസ്സേ, നിന്നിലുള്ള ആഗ്രഹങ്ങളാണ്, ഈ ആഗ്രഹങ്ങൾ മനസ്സിലാണുള്ളത്. നിന്നിലുള്ള ആഗ്രഹങ്ങളാണ് നിന്നെ ഓടിക്കുന്നത്. ഈ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ പരമമായ സുഖമായി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ശരീരത്തെയും വലിച്ചുകൊണ്ടാണ് മനസ്സ് ഓടുന്നത്. ഓടിക്കും രാഗാതി മനമേ നിന്നെ, ചാടിക്കും സംസാര ദുഃഖകൂപത്തിൽ. എന്നിട്ടോ ഈ ലോകത്തിൽ സുഖമെന്ന് തോന്നുന്ന വസ്തുക്കളിൽ ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം ദുഃഖമായിരിക്കും. ഈ ലോകത്തിലുള്ള സുഖങ്ങൾക്കാണ് സംസാരം എന്ന് പറയുന്നത്. ഓടിക്കും രാഗാതി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകൂപത്തിൽ, കൂടാതെ രാഗാതിയോടു മനമേ. അതുകൊണ്ട് മനസ്സേ, നീ ആ ആഗ്രഹങ്ങളോട് കൂട്ടുനിൽക്കല്ലേ. കൂടിക്കൊള്ളുക ആനന്ദത്തോട് നീ മനമേ. കൂടൂ. ആരുടെ കൂടെയാ കൂടേണ്ടത്? ആനന്ദസ്വരൂപിയായിരിക്കുന്ന സർവേശ്വരനെ ആശ്രയിച്ചാൽ നിനക്ക് പരമാനന്ദസ്വരൂപിയായിട്ട് വാഴാൻ സാധിക്കും. അതാണ് മാനവജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചാൽ പിന്നെ നമുക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. എന്നാൽ വിശ്രമമില്ലാതെ മനസ്സ് ആഗ്രഹങ്ങളുടെ പരമ്പരകൾ വളർത്തിക്കൊണ്ട് ഓരോ വസ്തുക്കളുടെയും ലഭ്യതയ്ക്കായി ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഓടിക്കും രാഗാതി നിന്നെ മനമേ, ചാടിക്കും സംസാര ദുഃഖകൂപത്തിൽ, കൂടാതെ രാഗാതിയോടു മനമേ, കൂടിക്കൊള്ളുക ആനന്ദത്തോടു നീ മനമേ. ഇതായിരിക്കണം നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയേണ്ടത്. നമ്മുടെ മനസ്സിനെ നാം തന്നെ വേണം മെരുക്കിയെടുക്കാൻ. അത് മറ്റൊരാളാൽ സാധ്യമല്ല. നാം തന്നെയാണ് വേണ്ടാത്ത വഴിക്ക് ഓടുന്ന മനസ്സിനെ വേണ്ട വഴിയിലേക്ക് തിരിച്ചുവിടേണ്ടത്. അപ്പോൾ മാത്രമേ അറിയേണ്ടത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ.